ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചുവരവിന്റെ പാതയിലോ? തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് തൃണമൂൽ കോട്ടയായിരുന്ന ഫാൽത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ബിജെപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ 20% വോട്ടുകളോടെ CPM സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തി. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പോടെ ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിടില്ലെന്നാണ് തൃണമൂൽ പ്രതികരണം. TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇപ്പോൾ ഇടതുപക്ഷം ബംഗാളിൽ വലിയൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. അപ്പോഴും വലിയൊരു പ്രതിപക്ഷമായി BJP അവിടെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന് തിരിച്ചുവരവ് എത്രത്തോളം സാധ്യമാണ്? പഴയ സ്വാധീനം വീണ്ടെടുക്കാൻ സാധിക്കുമോ? അനുശ്രീ, ഈ ബംഗാളിലെ ഇടതുപക്ഷം തിരിച്ചുവരവിൻ്റെ ചില സൂചനകൾ പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണാർത്ഥത്തിലേക്കുള്ള ഒരു മൂവ് ആ തരത്തിൽ ആരംഭിച്ചുവെന്ന് വിലയിരുത്താറായിട്ടില്ല. പക്ഷേ ചില സൂചനകൾ പ്രകടമാവുന്നു. അതായത് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാൾ രാഷ്ട്രീയത്തിലുണ്ടാവുന്ന പുതിയ ധ്രുവീകരണമാണ് ഇത്തരം ചില സൂചനകൾ പങ്കുവയ്ക്കുന്നത്. കാരണം BJP എല്ലാ ശക്തിയും പ്രകടിപ്പിച്ച് വരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുന്ന പല സാഹചര്യങ്ങളും അതാണ്. തൃണമൂലിൻ്റെ പല കോട്ടകളും നിഷ്പ്രഭമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പുതിയ ട്രെൻഡ്. അതായത് ഈ ഫാൽത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, ഫാൽത്തയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ കൂടുകയും തെരഞ്ഞെടുപ്പ് അവിടെ അട്ടിമറി നടന്നു എന്ന ആക്ഷേപത്തെ തുടർന്നാണ് കമ്മീഷൻ അവിടെ വീണ്ടും വോട്ടെടുപ്പ് നടത്തിയത്. അവിടെ സംഭവിച്ചതാവട്ടെ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം BJP സ്ഥാനാർത്ഥി 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത്. പക്ഷേ രണ്ടാം സ്ഥാനത്തെത്തിയത് CPM സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 20% വോട്ടുകൾ അവിടെ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ തൃണമൂലിൻ്റെ ആ കോട്ടയായ മണ്ഡലം 4ാം സ്ഥാനത്തേക്കാണ് തൃണമൂൽ സ്ഥാനാർത്ഥി പോയത് എന്നതാണ് സാഹചര്യം. 30% മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ ഇടതുപക്ഷത്തേക്ക് മാറി എന്നത് വേണം അവിടുത്തെ സാഹചര്യം തെളിയിക്കാൻ. അതായത് ഇടതുപക്ഷത്തിന് ബംഗാളിൽ ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായത് മുസ്ലിം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിലേക്കും മമതാ ബാനർജിയിലേക്കും ഷിഫ്റ്റ് ചെയ്തു എന്ന കാരണമാണ് യഥാർത്ഥത്തിൽ അവിടെ ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നഷ്ടം അവിടെ ഉണ്ടാക്കിയത്. ആ മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഉപേക്ഷിച്ച് ഇടതുപക്ഷം അടക്കമുള്ള ബദൽ സാധ്യതകളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പ്രകടമാകുന്നത് എന്നതാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത. എന്നാൽ അവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്ന, CPM നേതാക്കളൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, CPM വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ മാത്രമല്ല ഹിന്ദു വോട്ടുകളടക്കം ഇടതുപക്ഷത്തേക്ക് മാറുന്നു. അതിൻ്റെ സൂചനകൾ പ്രകടമാകുന്നു എന്നതാണ്. എന്തായാലും ബംഗാളിൽ പുതിയൊരു ധ്രുവീകരണം പ്രകടമാവുന്നുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമെന്ന് ഇടതുപക്ഷം CPM ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോഴുണ്ടാവുന്ന പൊതുവായ സാഹചര്യം. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം, തൃണമൂലിൻ്റെ പതനത്തിന് ശേഷം ബംഗാളിലെ CPM പാർട്ടി ഓഫീസുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതവിടെ രാഷ്ട്രീയത്തിലുണ്ടായ വലിയ മാറ്റങ്ങളാണ്. അതുമാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് ശേഷം കൂട്ടത്തോടെ പല ആളുകളും പാർട്ടി വിടുന്ന സാഹചര്യം പ്രകടമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം തൃണമൂൽ അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന റിപ്പോർട്ടുകൾ നിരന്തരമായി ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ അവിടെ വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു എന്നതാണ് പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രകടമാവുന്ന ഒരു സാഹചര്യം. അത് ഇടതുപക്ഷത്തിന് പൊതുവിൽ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. നേരിട്ട് ചിലയിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയുന്നത് തങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സൂചനയായി ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്. CPM-ഉം CPI-യും അടങ്ങുന്ന ലെഫ്റ്റ് ക്യാമ്പയിൻ ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ കൈവരുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിലെ സാഹചര്യമാണ്. ഇത് ബംഗാളിൻ്റെ പൊതുരാഷ്ട്രീയവുമായി കൂട്ടി വായിക്കും. അങ്ങനെയെങ്കിൽ വരുന്ന 5 വർഷം മുഖ്യ പ്രതിപക്ഷമായി മാറാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് തങ്ങൾ വളരും എന്നതാണ് ഇടതു പാർട്ടികളുടെ അവകാശവാദം. എന്തായാലും ഇതൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിട്ടു എന്ന അവകാശവാദത്തിൽ കഴമ്പില്ല എന്ന് അഭിഷേക് ബാനർജിയും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം അഭിഷേക് ബാനർജി പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ തവണ ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവിടെ നിന്നും അഭിഷേക് ബാനർജിക്ക് ലഭിച്ചത്. അതായത് 80% അവിടുത്തെ വോട്ടുകൾ അഭിഷേക് ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കിട്ടിയതാണ്. അവിടെയാണ് ഇത്ര വലിയൊരു പതനം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തൃണമൂൽ കോട്ടകൾ പോലും വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടാവുകയും അവിടെ BJP കടന്നു വരികയുമാണ് ചെയ്യുന്നത്. അതേസമയം രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് ഇടതു പാർട്ടികളാണ് എന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ബംഗാളിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു. അവിടെ അങ്ങനെയെങ്കിൽ മുഖ്യ പ്രതിപക്ഷമായി ഒരു പക്ഷേ 5 വർഷത്തിന് ശേഷം ഇടതുപക്ഷം കടന്നു വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിധി എഴുതുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇടതുപക്ഷത്തിന്
ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. മുഹമ്മദ് സലീം CPM-ന്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇതിൻ്റെ ചില സൂചനകൾ പ്രകടമാവുകയും ചെയ്യുന്നു. ഇത്തവണ ബംഗാൾ നിയമസഭയിലും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് MLA വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, യുവാക്കളെ അടക്കമുള്ള ഒരു പുതുനിരയെ വളർത്തിക്കൊണ്ടുവരാൻ CPM-ന് നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഘടനാ രംഗത്തും DYFI അടക്കമുള്ള സംഘടനകളെ പുതിയ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കമിടാൻ ബംഗാളിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രകടമായിട്ടുണ്ട് എന്നതാണ് CPM കേന്ദ്രങ്ങൾക്കും ഇടത് കേന്ദ്രങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നത്. എന്തായാലും 20% വോട്ട് നേടിയാണ് വരുന്നത്. നമുക്കറിയാം, ബംഗാൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും നടക്കുന്നത് പൊളിറ്റിക്കൽ ഷിഫ്റ്റ്, വർഗീയ അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ വോട്ടിംഗ് നടക്കുന്ന ഇടമാണ്. മുമ്പ് CPM അധികാരത്തിലിരുന്നപ്പോൾ കൂട്ടത്തോടെ ഹിന്ദു വോട്ടുകളുടെ പിന്തുണയുണ്ടായിരുന്നു. അതേസമയം മുസ്ലിം വോട്ടുകളുടെ ഒരു പങ്കും CPM-നും ഇടതു പാർട്ടികൾക്കും ലഭിച്ചിരുന്നു. എന്നാൽ മമതയുടെ കടന്നുവരവോടുകൂടി വലിയൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുകയും പൂർണ്ണമായി മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ മമതയിലേക്കും തൃണമൂൽ കോൺഗ്രസിലേക്കും ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് അവിടെ വലിയ തരത്തിലുള്ള മാറ്റം, തകർച്ച ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. എന്നാൽ BJP-യുടെ കടന്നുവരവോടെ സംഭവിക്കുന്നത് ഹിന്ദു വോട്ടുകൾ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്നു. മുസ്ലിം വോട്ടുകൾ ഇത്തവണ വിഘടിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിച്ചത് മമതാ ബാനർജിയിൽ നിന്നും അത് മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ബംഗാളിൽ പുതിയൊരു ധ്രുവീകരണ സാധ്യതകൾ പ്രകടമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം.